ഈ കോഴിക്കോട് ഐസ്ക്രീം പാർലർ അട്ടിമറി കേസ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ ബിനുരാജ് അടക്കം 4 പേരെയാണ് കോടതി വളപ്പിന് പുറത്ത് അറസ്റ്റ് ചെയ്തത്. ലൈവ് സംവിധാനത്തിലുള്ള DSNG വാഹനവും പോലീസ് പിടിച്ചെടുത്തു. തുടർന്ന് മാധ്യമപ്രവർത്തകരും പോലീസും നടത്തിയ ചർച്ചയെ തുടർന്ന് പോലീസ് മാപ്പ് പറഞ്ഞു. കോഴിക്കോട് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രാവിലെ 10:30 അറസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി ജയേഷ് രാഘവൻ ചേരുന്നു. ജയേഷ്, എന്താണ് ഉണ്ടായത്? ഇപ്പോഴെന്താണ് അവസ്ഥ? സനീഷ, ഇന്ന് രാവിലെ 10:30 കോഴിക്കോട് ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങിന് കോടതിയിലെത്തിയ ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തെ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SI മർദ്ദിക്കുകയും പിടിച്ചു വലിച്ച് വാഹനത്തിലേക്ക് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. പിന്നീട് മാധ്യമപ്രവർത്തകർ കൂട്ടത്തോടെ പോലീസ് സ്റ്റേഷനിലെത്തുകയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ SIക്കെതിരെ നടപടി സ്വീകരിക്കുന്ന കാര്യം കമ്മീഷനുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കാമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതുപ്രകാരം ഇപ്പോൾ കമ്മീഷൻ ഓഫീസിൽ പത്രപ്രവർത്തക യൂണിയന്റെ ഭാരവാഹികൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കമ്മീഷനുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, കോടതികളിൽ മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കേണ്ടതില്ലെന്ന് ജില്ലാ ജഡ്ജിന്റെ ഒരു ഉത്തരവുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് SI പെരുമാറിയത് എന്നാണ് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ച തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ കമ്മീഷൻ ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട്ടെ ഭൂരിഭാഗം മാധ്യമപ്രവർത്തകരും കമ്മീഷൻ ഓഫീസിൽ ഇപ്പോൾ ഉണ്ട്. 12:30 പത്രപ്രവർത്തക യൂണിയന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചിട്ടുണ്ട്. പത്രപ്രവർത്തക യൂണിയന്റെ ഭാരവാഹികൾ കമ്മീഷനുമായി ചർച്ച നടത്തുകയാണ്. ഈ ചർച്ചയിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ, മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മാധ്യമപ്രവർത്തകരുടെ തീരുമാനം. നേരത്തെ കൊച്ചിയിലും തിരുവനന്തപുരത്തും അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം കോഴിക്കോട്ട് യാതൊരു വിധത്തിലുള്ള പ്രകോപനങ്ങളോ ഇരുഭാഗത്തിലും അതുള്ള പ്രകോപനങ്ങളോ അക്രമ സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെയും മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും നല്ല സൗഹൃദ അന്തരീക്ഷത്തിലാണ് കോടതിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനിടയ്ക്കാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമപ്രവർത്തകരോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുകയും എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതില്ല, ജില്ലാ ജഡ്ജി എനിക്ക് നേരിട്ട് നിർദ്ദേശം നൽകിയതാണ് എന്ന് പ്രകോപനപരമായി സംസാരിക്കുകയും ഏഷ്യാനെറ്റിന്റെ ബ്യൂറോ ചീഫായ ബിനുരാജിനെ അതിനെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് വാഹനത്തിലേക്ക് വലിച്ചിടുകയായിരുന്നു. ഏഷ്യാനെറ്റിന്റെ തത്സമയ സംവിധാനമായ DSNG വാൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഇത്തരത്തിലുള്ള ക്യാമറ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വിട്ടു നൽകിയിട്ടുണ്ട്. അറസ്റ്റിലായവരുടെ പേരിൽ കേസ് ചുമത്തില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ബിനുരാജിന് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി എഴുതി നൽകിയാൽ അത് പരിശോധിക്കാമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. എന്ത് തന്നെയായാലും മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച SIക്കെതിരെ നടപടി വേണമെന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തകരുടെ ഉറച്ച തീരുമാനം. ആ തീരുമാനം ഉണ്ടായിട്ടെങ്കിൽ കൂടുതൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മാധ്യമപ്രവർത്തകരുടെ തീരുമാനം. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ കമ്മീഷൻ ഓഫീസ് പരിസരത്ത് എത്തിയിട്ടുണ്ട്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ, DCC പ്രസിഡന്റ് KC അബു, MK രാഘവൻ MP തുടങ്ങിയ ആളുകൾ ഇപ്പോൾ കമ്മീഷൻ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇവർ നേരത്തെ പോലീസ് സ്റ്റേഷൻ, ടൗൺ പോലീസ് സ്റ്റേഷനിലും എത്തിയിരുന്നു. കൂടുതൽ നേതാക്കന്മാർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. പ്രകോപനമില്ലാതെ തന്നെയാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായത് എന്ന് തന്നെയാണ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ഐസ്ക്രീം പാർലർ അട്ടിമറി കേസ്, അതിന്റെ വിശദാംശങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കാനുള്ള ഗൂഢനീക്കം കൂടിയാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. എന്ന് തന്നെയായാലും മറ്റൊരു തരത്തിലേക്ക് മാധ്യമപ്രവർത്തകർ ആക്രമിച്ച സംഭവം രാഷ്ട്രീയ തരത്തിൽ മാറുന്ന ഒരു സാഹചര്യം കൂടിയാണ് കോഴിക്കോട് കാണുന്നത്. സനീഷ്, നന്ദി. ജയേഷ്, തിരിച്ചു വരാൻ കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. അഭിഭാഷകരല്ല, പോലീസാണ് തങ്ങളെ തടഞ്ഞത് എന്ന് ഏഷ്യാനെറ്റ് കോഴിക്കോട് ബ്യൂറോ ചീഫ് ബിനുരാജ് പറഞ്ഞു. പോലീസുകാർ വളരെ മോശമായിട്ടാണ് പെരുമാറിയത് എന്നും ബിനുരാജ് പറഞ്ഞു. അഭിഭാഷകർ നമ്മളെ തടഞ്ഞിട്ടില്ല, പോലീസാണ്. 2-3 പോലീസുകാരവിടെ വന്ന് പറഞ്ഞു, ജില്ലാ ജഡ്ജി പറഞ്ഞു കോടതി പരിസരത്ത് കയറരുതെന്ന്. ഞങ്ങൾ അന്നേരം സംസാരിച്ചു. ഞങ്ങൾ പറഞ്ഞു ജില്ലാ ജഡ്ജി നമുക്കൊന്ന് കാണാനൊരു അവസരം തരൂ. അപ്പൊ ഇവർ കൂടുതൽ പ്രകോപനം എന്റെ സഹപ്രവർത്തകരെയും ഈ രീതിയിൽ ടോർച്ചർ ചെയ്യുന്നത്, ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ടാണ് നമ്മളെ മാറ്റുന്നത്. നമ്മളെന്തോ മറ്റേ അതിനുശേഷം ഏതോ ഒരു സമയത്ത് രൂപേഷ് ഇവിടെ ഹാജരാക്കാനുണ്ടെന്ന് അവർ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഇത് കണ്ട് ഇതിന്റെ തുടർ നടപടികൾ നോക്കിയിട്ട് ഞങ്ങൾ മാറാം. മാത്രമല്ല നമ്മുടെ DSNG അടക്കം ഞങ്ങൾ മാറ്റാൻ തയ്യാറായി. പക്ഷേ അത് ഡൗൺ ചെയ്യാൻ കുറച്ച് സമയം വേണമല്ലോ. ആ ഒരു സമയം നമ്മൾ ആവശ്യപ്പെട്ടു. ആ സമയത്താണ് ഈ SI വിമോദ് എന്ന് പറയുന്ന ആ SIയുടെ നേതൃത്വത്തിൽ 2-3 പോലീസുകാർ ചേർന്നിട്ട് അവിടെ അഴിഞ്ഞാടിയത്. നമ്മളെന്തോ ഒരു വല്ലാത്ത കോടതി ബോംബ് വെച്ച് തകർക്കാൻ ചെന്നവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ. പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നും DGP ലോക്നാഥ് ബെഹ്റ മീഡിയ വണിനോട് പറഞ്ഞു. മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും സ്ഥലത്ത് നിന്ന് നീക്കുക മാത്രമാണ് ചെയ്തതെന്നും DGP പറഞ്ഞു.
എനിക്ക് പറഞ്ഞ വിവരം പ്രകാരം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ മാധ്യമ പ്രവർത്തകർക്ക് കോടതി പ്രീമിസസിൽ നിന്ന് പുറത്താക്കി. ഇത് പുറത്താക്കി ഞങ്ങൾ അവർക്ക് അറസ്റ്റ് ചെയ്തിട്ടില്ല, ബെയിൽ കൊടുത്തിട്ടില്ല, ഇന്നൊന്നുമില്ല. അവർക്ക് മാറ്റി. അങ്ങനെ കോടതി പറഞ്ഞു, അത് ചെയ്തു. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. പിന്നെ അതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൂടുതലായി എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടോ ഒന്നിച്ചിട്ട് എനിക്കൂടെ റിപ്പോർട്ട് തരാൻ വേണ്ടി. ജില്ലാ കോടതിയുടെ ഉത്തരവനുസരിച്ചാണ് മാധ്യമപ്രവർത്തകരെ കോടതിയുടെ പരിസരത്ത് നിന്ന് നീക്കിയതെന്ന് കോഴിക്കോട് പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ മീഡിയ വണിനോട് പറഞ്ഞു. അത് കുറച്ചു ദിവസം മുമ്പ് ഹൈക്കോടതിയിലെ ഡയറക്ഷൻ ഉണ്ട്. കോർട്ട് പ്രിമൈസസിലെ മീഡിയക്ക് എൻ്റർ ചെയ്യാൻ ബന്ധപ്പെട്ട കോർട്ടിലെ ഡയറക്ഷൻ ഉണ്ട്. അതിൽ ബന്ധപ്പെട്ടാണ് ഡിസ്ട്രിക്ട് ജഡ്ജ് അവർക്ക് പ്രിമൈസസിൽ പുറത്താക്കാൻ നിർദ്ദേശിച്ചു. അല്ല, അത് ബലപ്രയോഗമൊന്നും ഇല്ല. കോർട്ടിലെ ഡിസ്ട്രിക്ട് ജഡ്ജിലെ ഓർഡർ പ്രകാരം മാത്രമാണ് പ്രിമൈസസിൽ പുറത്താക്കി. There is no use of force. കോഴിക്കോട് മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ VS അച്യുതാനന്ദൻ DGPയെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ ആരാഞ്ഞു. മാധ്യമപ്രവർത്തകരെ തടയുന്നതാണോ പോലീസിന്റെ പണിയെന്ന് VS DGPയോട് ചോദിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജെ മുഹാജിർ ചേരുന്നു. മുഹാജിർ, ഏത് നിലക്കാണ് VS അച്യുതാനന്ദൻ ഇക്കാര്യത്തിൽ ഇടപെട്ടത്? ഇന്നലെ അദ്ദേഹം ചീഫ് ജസ്റ്റിസിന് കത്തയക്കുകയുണ്ടായിട്ടുണ്ട്. ഇന്ന് എന്ത് തരത്തിലുള്ള ഇടപെടലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? കോഴിക്കോട് നടന്ന സംഭവത്തിൽ കോഴിക്കോട് മാധ്യമപ്രവർത്തകരെ കോടതി പ്രവർത്തനങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ പോലീസ് ഇടപെട്ട് തടഞ്ഞതിൽ ശക്തമായ പ്രതിഷേധമാണ് VS DGPയെ ഫോണിൽ നേരിട്ട് വിളിച്ച് അറിയിച്ചത്. ഒരു തരത്തിലും ന്യായീകരിക്കാനാകാത്ത നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് VS DGPയോട് പറയുകയുണ്ടായി. ഇത് അല്ല പോലീസിന്റെ പണി. സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തെ തടയുന്ന ഈ ഒരു നടപടിയല്ല പോലീസ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് DGPയോട് വളരെ വ്യക്തമായ ഭാഷയിൽ, ശക്തമായ ഭാഷയിൽ തന്നെ VS അറിയിക്കുകയുണ്ടായി. സ്വതന്ത്ര പ്രവർത്തനം ഭരണഘടനാപരമായ അവകാശമാണ്, ഭരണഘടന വിഭാവന ചെയ്യുന്നതാണ്. അതിന് വഴിയൊരുക്കിലാണ് പോലീസ് ചെയ്യേണ്ടത്. അതല്ലാതെ മാധ്യമ പ്രവർത്തകരെ തടയുന്ന പണിയല്ല പോലീസ് എടുക്കേണ്ടത് എന്ന് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ VS DGP അറിയിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ഇക്കാര്യത്തിൽ കുറ്റക്കാരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറ്റകരമായ നടപടി ആരാണ് ചെയ്തത്, ആ കുറ്റക്കാർക്കെതിരെ അടിയന്തരമായി നടപടിയെടുക്കാനും VS അച്യുതാനന്ദൻ DGP ലോക്നാഥ് ബെഹ്റയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കേരളത്തിൽ മൊത്തത്തിൽ കോടതിയിൽ ഒരു അപ്രഖ്യാതമായ വിലക്ക് മാധ്യമപ്രവർത്തകർ നേരിടുന്ന ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസിനോട് VS കത്തെഴുതി പറയുകയുണ്ടായി. ആ കത്തിലും VS പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ഒരുപറ്റം അഭിഭാഷകരും പോലീസും ചേർന്നാണ് മാധ്യമപ്രവർത്തകരെ തടയുന്നത്. ഇത് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ തടയലാണ്. ഇതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസിന് ഇന്നലെ VS കത്തെഴുതിയത്. അതിന് തുടർച്ചയായി ഇന്ന് വീണ്ടും കോഴിക്കോട്ടുണ്ടായ സംഭവത്തിലും VSന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. സനീഷ്, നന്ദി മുഹാജിർ വിവരങ്ങൾക്ക്. കോഴിക്കോട്ട് കോടതി വളപ്പിലുണ്ടായ സംഭവം എറണാകുളത്ത് അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള സംഭവവുമായി ബന്ധപ്പെട്ടതല്ലെന്നും സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് വീഴ്ചയുണ്ടായത് എന്നും അഡ്വക്കേറ്റ് CP ഉദയഭാനു പറഞ്ഞു. എറണാകുളത്ത് ഉണ്ടായ സംഭവങ്ങളും കൊല്ലത്ത് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന സംഭവങ്ങളുടെ പിന്നിൽ മാനസികമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഒരുപക്ഷെ അഭിഭാഷകർക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഒരു പക്ഷത്ത് അഭിഭാഷകർ നിലയുറപ്പിച്ചിട്ടുണ്ട്. അത് അന്വേഷണം നടക്കേണ്ട കാര്യമാണ്. കോഴിക്കോട് നിന്നുണ്ടായ സംഭവത്തിൽ അഭിഭാഷകർ തികച്ചും സമചിത്തതയോടെ സംയമനത്തോടെ ഒരു നിലപാടെടുക്കുകയും മുഴുവൻ അഭിഭാഷകരും മാധ്യമപ്രവർത്തകർ അവരുടേതായിട്ടുള്ള ജോലി സ്വതന്ത്രമായിട്ട് ചെയ്തുകൊള്ളട്ടെ എന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പോലീസ് പ്രകോപനപരമായിട്ട് ഇടപെട്ടത്. അടിയന്തരാവസ്ഥയുടെ നാടുകളെ അനുസ്മരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും എതിർക്കപ്പെടേണ്ടതും തോൽപ്പിക്കപ്പെടേണ്ടതുമാണ്. മാധ്യമ സ്വാതന്ത്ര്യം തടസ്സപ്പെടുമ്പോൾ മുഖ്യമന്ത്രി നിസ്സംഗത വെടിയണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പോലീസിനെതിരെ നടപടി വേണമെന്നും വാർത്തകൾ പുറത്തുവരുന്നത് ആരോ ഭയക്കുന്നുവെന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. ഇപ്പൊ പോലീസ് മാധ്യമപ്രവർത്തകർക്ക് നേരെ നടത്തിയിട്ടുള്ള ഈ കടന്നാക്രമണം ദുരൂഹമാണ്. വാർത്തകൾ നിർഭയം റിപ്പോർട്ട് ചെയ്യാനുള്ള മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയാണിത്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു നിസ്സഹായത പ്രകടിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല. മുഖ്യമന്ത്രി കാഴ്ചക്കാരനാകാൻ പാടില്ല. അഡ്വക്കേറ്റ് ജനറലുമായി സംസാരിച്ച് ചീഫ് ജസ്റ്റിസുമാനെ കൂടി ബന്ധപ്പെട്ട് ഇതിന് കേരളത്തിലുടനീളം ഒരു പരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത്.